ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും നോക്കിയേ, എന്റെ കയ്യിലിരിക്കുന്നത് വേറൊരു കാലിക്കുപ്പിയില്ല. നമുക്ക് ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഇത് കണ്ട ഗോദ്റേജിന്റെ മാജിക് ഹാൻഡ് വാഷ് ആട്ടാ. നിങ്ങൾക്ക് കാണാല്ലേ എഴുതി വെക്കുന്നത് മാജിക് ഹാൻഡ് വാഷ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാ, സാധാരണ നമ്മൾ ഹാൻഡ് വാഷിന്റെ കുപ്പി ഉപയോഗിക്കുന്നു, പൊളിക്കുന്നു, ഉപയോഗിക്കുന്നു. ഇത് ഹാൻഡ് വാഷ് നമ്മൾ തന്നെ കലക്കണം. ഹാൻഡ് വാഷ് കലക്കേ? അതിപ്പോ എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ചാ? ഞാനും പണ്ട് ആലോചിച്ചിട്ടുണ്ടെന്നേ, ഇതിന്റെ പരസ്യമൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ അതിപ്പോ ഇൻസ്റ്റാമാർട്ടിൽ സാധനങ്ങൾ മേടിക്കുമ്പോ ഇതിന്റെ വില കണ്ട് ഞെട്ടിയിട്ട് ഞാൻ മേടിച്ചത്. കണ്ട, വെറും 40 രൂപ. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു 300 ml ഹാൻഡ് വാഷ് ഉണ്ടാക്കാം. ഒരു 300 ml ഹാൻഡ് വാഷിന് എങ്ങനെ പോയാലും 100 രൂപയ്ക്ക് മേലെ ഉണ്ടാവും. അപ്പൊ ഇതിലുള്ളത് ഒരു കുപ്പി, പിന്നെ അത് കലക്കാനുള്ള പൊടി. അപ്പൊ ഇതിൽ കലക്കാനുള്ള വെള്ളം നമ്മൾ തന്നെ എടുക്കണം. അത് പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ എന്താ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ട് ആദ്യം കുപ്പി എടുക്കുക, പിന്നെ വെള്ളം നിറയ്ക്കുക, അത് കഴിഞ്ഞ് ഹാൻഡ് വാഷ് പൊട്ടിച്ച് ഇടുക, അത് കഴിഞ്ഞ് കുലുക്കുക, ഷേക്ക്. നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി ഇതിൽ വെള്ളം നിറയ്ക്കണം. ഒരു മാർക്ക് വേണ്ട, അത്രത്തോളം വെള്ളം എടുക്കണം കേട്ടാ. ഞാൻ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് വാഷ് ഇടാം. ഹാൻഡ് വാഷ് അല്ല, ഹാൻഡ് വാഷിന്റെ പൊടി കട്ട് ചെയ്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇടാം കേട്ടോ. അപ്പൊ ഇത് കുപ്പിയിലേക്ക് ഇടുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ഇട്ടോളോ. എന്നെ പോലെ മാനത്ത് നോക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സംഭവം പുറത്തേക്ക് പോകും. ഞാൻ പിന്നെ പുറത്ത് പോയതൊക്കെ പഠിച്ചു കൂട്ടി അലക്കിന് ഇട്ടു. ഞാൻ കുപ്പി അടയ്ക്കുക. ഇനി അതിൽ പറഞ്ഞ പോലെ ഷേക്ക് 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 ഷേക്ക്. ഞാൻ വിചാരിച്ചത് 2 കുലുക്കിയ നേരെയാവുന്ന്. ഇതങ്ങനെയല്ലപ്പാ. നന്നായിട്ട് ഷേക്ക് ചെയ്യണം. കുലുക്കി ചെറുതടിക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്ത. അപ്പോഴേ വീട്ടില് നമ്മുടെ പണി മുടക്കാൻ വരുന്ന കുഞ്ഞി പിള്ളേര് സെറ്റില്ലേ, അപ്പൊ ആ കുട്ടീസിന് എടുത്തത് അങ്ങോട്ട് കൊടുക്കുക. ഇരുന്ന് കുലുക്കിക്കോളാൻ പറയാ. ഇരുന്ന് കുലുക്കേ, കിടന്ന് കുലുക്കേ, അവർക്കൊരു പണിയാവട്ടെ. ഒരു 3-4 മിനിറ്റ് നേരത്തെ എന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഒടുവിൽ സംഭവം റെഡിയായിട്ടുണ്ട്. സംഗതി ഇങ്ങനെ കുലുക്കി 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 പരിവാണെങ്കിലും ഒരു രസമൊക്കെ ഉണ്ട് കേട്ടാ. ഇനിയിപ്പോ ഇത് കുലുക്കി കുലുക്കി കൈ അവിടെ ബാക്കി ഉണ്ടെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോ സംഗതി റെഡിയായി. അങ്ങനെ വേറെ 40 രൂപയ്ക്ക് 300 ml ഹാൻഡ് വാഷ് ഒഴിക്കാനുള്ള കുപ്പിയും കിട്ടി. അപ്പോ നമ്മൾ വെറുതെ നിന്നാൽ ഇനി വെള്ളത്തിന്റെ പൈസ കൊടുത്തിട്ട് 160 180 രൂപയ്ക്കൊക്കെ ഹാൻഡ് വാഷ് മേടിക്കുന്നു. ഇനിയിപ്പോ ഹാൻഡ് വാഷ് ഉണ്ടാക്കി മാത്രം പോരല്ലോ, അത് വെച്ചൊന്ന് കൈ കഴുകി നോക്കാം. സാധാരണ എടുക്കുന്ന പോലെ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിച്ച് നോക്കി. പതപ്പിക്കുമ്പോ അങ്ങോട്ട് പതക്കൊരു പോരാനൊരു വിഷമം, ഒരു കുറച്ച് പതവാട്ടോ. ഇനി പറ്റാവുന്നത്രയ്ക്കും പതപ്പിച്ചിട്ട് ഞാൻ ഒന്ന് കഴുകി. സ്മെല്ല് നോക്കാട്ടാ. ഇങ്ങനെ പറയത്തക്ക വലിയ സ്മെല്ലൊന്നുമില്ല. ഇതിപ്പോ എന്താ സംഗതി? ഹാൻഡ് വാഷിന് സ്മെല്ലില്ലേ? ഞാൻ അതൊന്ന് തുറന്ന് മണത്തോക്കട്ടെ കേട്ടാ. കുപ്പി മണത്തോക്കിവിടും. അതെ, അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ റെക്സോണ സോപ്പൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു സ്മെല്ലിനോട് സാമ്യമുള്ളൊരു സ്മെല്ല്. അപ്പൊ ഇത്രയുള്ള കേട്ടാ ഇന്നത്തെ വിശേഷം. അപ്പൊ എല്ലാവരും പറ്റുന്ന വെച്ചാൽ ഈ ഹാൻഡ് വാഷ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാട്ടാ. പോയി ഒരു 40 രൂപ കിട്ടിയാൽ ലോട്ടറി അടിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് വേണം? ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ.